ഹലോ, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് മഴക്കാലം മുടി സംരക്ഷണത്തെ കുറിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതിനെ കുറിച്ചിട്ട് ഒരു വീഡിയോ ചെയ്യുന്ന ഒരു കുട്ടി കമന്റ് ഇട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്ന് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ കാണാം കേട്ടോ. അപ്പോൾ ഒട്ടും വൈകാതെ തന്നെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിന് മുൻപായിട്ട് ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ വീഡിയോസ് ഒക്കെ ഒന്ന് കണ്ടു നോക്കാം. നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഓരോ കാലാവസ്ഥ മാറുന്നതിനനുസരിച്ച് നമ്മുടെ സ്കിന്നായാലും ഹെയർ ആയാലും അതിനനുസരിച്ചിട്ട് കെയർ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് കേട്ടോ. ചൂടുകാലത്ത് നമ്മൾ ശ്രദ്ധിക്കുന്ന രീതിയിലായിരിക്കില്ല ചിലപ്പോൾ നമുക്ക് മഴക്കാലത്ത് ശ്രദ്ധിക്കേണ്ടത്. മഴക്കാലത്താണ് കേട്ടോ നമ്മുടെ മുടിയുടെ വളർച്ച കൂടുന്ന ഏറ്റവും നല്ല സമയം. ബാക്കിയുള്ള സമയങ്ങളിലൊക്കെ കൂടും ചെയ്യും, പക്ഷേ ഈ ഒരു മഴക്കാലത്ത് ഒന്നും കൂടി നമ്മുടെ മുടിയുടെ വളർച്ച കൂടുന്ന ഒരു സമയമാണ്. അതേപോലെ തന്നെ നമ്മുടെ മുടിക്ക് പ്രശ്നങ്ങൾ വരുന്ന ഒരു സമയം കൂടിയാണ് ഈ ഒരു മഴക്കാലം. അതേപോലെ തന്നെ ഓരോ കാലത്തും നമുക്ക് വ്യത്യസ്തമായ പ്രശ്നങ്ങളായിരിക്കട്ടെ നമ്മുടെ മുടിക്ക് ഉണ്ടാവും. മുടി കൊഴിച്ചിൽ കൂടുതലായിട്ട് കാണാം. അതേപോലെ തന്നെ താരൻ, മുടി പൊട്ടിപ്പോകുന്ന പ്രശ്നം, മുടിക്കായ, ഇതൊക്കെ കൂടുതലായിട്ട് വരുന്നൊരു സമയമുണ്ട് ഈ ഒരു മഴക്കാലം. അപ്പൊ നമ്മൾ നല്ല രീതിക്ക് ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ മുടി കൊഴിച്ചിലൊക്കെ നന്നായിട്ട് കൂടാനായിട്ടുള്ള കാരണമാവും കേട്ടോ. അപ്പൊ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യണമെങ്കിൽ നമുക്ക് ഒരു പരിധി വരെ നമ്മുടെ മുടി കൊഴിച്ചിലൊക്കെ നല്ല രീതിയിൽ കുറയ്ക്കാനായിട്ടും അതേപോലെ തന്നെ താരൻ വരാതിരിക്കാം, മുടിക്കായ വരാതിരിക്കാനൊക്കെ ആയിട്ട് നമുക്ക് എളുപ്പത്തിൽ സാധിക്കും. ഇന്ന് നമുക്ക് അതിനെ കുറിച്ചിട്ട് അറിയാം കേട്ടോ. അപ്പൊ ആദ്യം തന്നെ ഞാൻ പറയാനായിട്ട് പോകുന്നത് ഓയിലിങ്ങിനെ കുറിച്ചിട്ടാണ്. അപ്പൊ പലർക്കും ഡൗട്ട് ഉണ്ടാവും, ഓയിലിംഗ് ദിവസം ചെയ്യണോ അതല്ലാന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ എത്ര തവണ ചെയ്യണം എന്നൊക്കെ ഉള്ളത്. ഓയിലിംഗ് നമ്മൾ സാധാരണ എങ്ങനെയാണോ ചെയ്യാറ് അതേപോലെ നമുക്ക് ചെയ്യും. ദിവസം അപ്ലൈ ചെയ്യുന്നവർക്ക് ദിവസം അപ്ലൈ ചെയ്യാം, അതല്ല ഒന്നിടവിട്ട ദിവസങ്ങളിലാണ് അങ്ങനെ ചെയ്യാം. ആഴ്ചയിൽ ഒരു തവണയാണ് ഓയിൽ ഉപയോഗിക്കുന്നതെങ്കിൽ അങ്ങനെയും ചെയ്തു കൊടുക്കാം. പക്ഷെ നിങ്ങൾ ഒരേ ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുക കേട്ടോ. നമ്മൾ തേച്ച് കൊടുത്തിട്ടുള്ള ആ ഒരു ഓയില് നന്നായിട്ട് നമ്മുടെ സ്കാൽപ്പിൽ നിന്നായാലും അതേപോലെ തന്നെ മുടിയിൽ നിന്നായാലും ക്ലീൻ ആയിട്ടിരിക്കണം. ഈ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡെയിലി ഓയിൽ ഉപയോഗിക്കണോണ്ടോ അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു തവണ ഓയിൽ ഉപയോഗിക്കണോണ്ടോ യാതൊരു പ്രശ്നമില്ല. അപ്പൊ ഇതാണ് നമുക്ക് ഓയിലിങ്ങിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. പിന്നെ ഓയിലിങ്ങിനെ കുറിച്ച് പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മൾ ഓയില് പല വിധമായിട്ടുള്ള മാറ്റി നോക്കാതെ ഒരെണ്ണം സ്ഥിരമായിട്ട് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. രണ്ടാമതായിട്ട് പലർക്കും ഉണ്ടാകുന്ന ഒരു ഡൗട്ടാണ് മുടി നമുക്ക് എന്നും കഴുകണം എന്നുള്ളത്. എന്നും കഴുകുന്നതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല, പക്ഷെ നമ്മുടെ മുടി ഉണങ്ങിയിട്ട് വേണം നമ്മൾ കെട്ടിവെക്കാനായിട്ട്. മഴക്കാലത്ത് നന്നായിട്ട് നമ്മുടെ അന്തരീക്ഷത്തിൽ ഈർപ്പം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ മുടി ഉണങ്ങാനായാലും കുറച്ചധികം കാലതാമസം എടുക്കും കേട്ടോ. അപ്പൊ നിങ്ങളിനിപ്പോൾ മുടി ഉണങ്ങാൻ വേണ്ടിയിട്ട് ഡ്രയറോ അതല്ലാന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും ഹീറ്റിംഗ് ടൂളോ ഒന്നും ഉപയോഗിക്കാണ്ട് നാച്ചുറലായിട്ട് ഈ ഒരു സമയത്ത് മുടി ഉണക്കുന്നതായിരിക്കും നല്ലത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഡെയിലി ഇപ്പോൾ കഴുകണമെന്ന് ഞാൻ പറയുന്നില്ല. ഈ ഒരു മഴക്കാലത്ത് നമുക്ക് ഒന്നിടവിട്ട ദിവസങ്ങളിൽ കഴുകുന്നതായിരിക്കും നല്ലത്. അതേപോലെ തന്നെ ഈ ഒരു സമയത്ത് നിങ്ങൾ ഓയിൽ മാറ്റി മാറ്റി ഉപയോഗിക്കാതെ ഇതിന് തൊട്ട് മുൻപായിട്ട് നിങ്ങൾ ഏത് ഓയിലാണോ ഉപയോഗിച്ചത് അത് തന്നെ ഈ ഒരു സമയത്ത് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കാനായിട്ടും ശ്രദ്ധിക്കണം. കാരണം നമുക്ക് പെട്ടെന്ന് തന്നെ നീരിറക്കം വരാനുള്ള സാധ്യതയൊക്കെ ഈ ഒരു സമയത്ത് കൂടുതലാണ്. നേരത്തെ കുളിച്ചതിന് ശേഷം മുടിയൊക്കെ ഉണങ്ങിയതിന് ശേഷം മാത്രം കെട്ടിവെക്കാനായിട്ടൊന്ന് ശ്രദ്ധിക്കാം. നിങ്ങൾ ഡെയിലി മുടി കഴുകാതിരിക്കുന്നതായിരിക്കും കേട്ടോ നല്ലത്. ഒന്നിടവിട്ട ദിവസങ്ങളോ അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് 2 ദിവസമൊക്കെ കൂടുമ്പോൾ മുടി കഴുകുന്നതായിരിക്കും ഏറ്റവും നല്ലത്. വേനൽക്കാലത്ത് നമ്മൾ ഡെയിലി ഹെയർ വാഷ് ചെയ്യുന്നത് നല്ലതാണ്. കാരണം നമ്മുടെ മുടി ആയാലും സ്കാൽപ്പ് ആയാലും പെട്ടെന്ന് തന്നെ ഡ്രൈ ആയിട്ട് നമുക്ക് നമ്മുടെ മുടി കെട്ടിവെക്കാനായിട്ട് പറ്റും. പക്ഷെ മഴക്കാലത്ത് നേരെ തിരിച്ചാണ്. എത്ര തന്നെ നേരത്തെ കുളിച്ചാലും ചിലപ്പോൾ നമ്മുടെ മുടി ഉണങ്ങിയെന്ന് വരില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒന്നുകിൽ ഒന്നിടവിട്ട ദിവസങ്ങളിൽ തല കുളിക്കുന്നതായിരിക്കും കേട്ടോ ഒന്നും കൂടി നല്ലത്. അപ്പൊ ഇതാണ് ഹെയർ വാഷിങ്ങിന് നമുക്ക് പറയാനായിട്ടുള്ളത്. ഇനി മൂന്നാമതായിട്ട് പറയാനുള്ളത് നമ്മളെ ഹെയർ പാക്കിനെ കുറിച്ചിട്ടാണ്. ഭയങ്കരമായിട്ട് ഹെവി ആയിട്ടുള്ള ഹെയർ പാക്കുകളൊന്നും ഉപയോഗിക്കാതെ നല്ല ലൈറ്റ് ആയിട്ടുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള ഹെയർ പാക്ക് മഴക്കാലത്ത് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. ഉലുവ, കരിഞ്ജീരകം, ഉഴുന്ന്, അതേപോലെ തന്നെ നമ്മൾ പാക്കുകൾ അരിക്കാതെ ഉപയോഗിക്കുക. അതിലുള്ള ചെറിയ ചെറിയ പൊടികൾ നമ്മുടെ സ്കാൽപ്പിലും മുടിയിലൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ താരൻ അതേപോലെ തന്നെ മുടി കൊഴിച്ചിലൊക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ വളരെ ഹെവി ആയിട്ടുള്ള പാക്കുകൾ ഒഴിവാക്കിയിട്ട് വളരെ സിമ്പിൾ ആയിട്ടുള്ള ചെറിയ ചെറിയ ടിപ്സോ അല്ലെങ്കിൽ ചെറിയ ചെറിയ രീതിയിലുള്ള പാക്കുകൾ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. സിമ്പിൾ ആയിട്ടുള്ള പാക്കുകൾ എന്ന് പറയുന്നത് നമുക്ക് എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റിയത്, അതേപോലെ തന്നെ നമ്മുടെ സ്കാൽപ്പിലായാലും മുടിയിലായാലും അതിന്റെ ആ ഒരു വേസ്റ്റോ കാര്യങ്ങൾ തങ്ങി നിൽക്കാത്ത രീതിയിലുള്ള പാക്കുകൾ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. കച്ചാർവാഴ, ഉള്ളിനീര്, പേരയിലയുടെ വെള്ളം തിളപ്പിച്ചത്, അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ പാക്കായാലും ഒന്ന് അരിച്ചിട്ട് ഉപയോഗിക്കുന്നത് ഒന്നുകൂടി നല്ലതായിരിക്കും. മിക്കവാറും പേരും പാക്കുകളൊന്നും അരിക്കാതെയാവും ഉപയോഗിക്കുന്നുണ്ടാവും. അപ്പൊ ഈ ഒരു മഴക്കാലത്ത് നിങ്ങൾ അത് ഒഴിവാക്കുകയാണെങ്കിൽ നമ്മുടെ മുടി കൊഴിച്ചിലും അതേപോലെ തന്നെ താരൻ, മുടി പൊട്ടി പോകുന്ന പ്രശ്നം അതൊക്കെ നന്നായിട്ട് കുറയ്ക്കാനായിട്ട് സഹായിക്കും. അതേപോലെ തന്നെ ഡ്രൈ ആവുന്ന പാക്കുകളൊക്കെ നിങ്ങൾ ഈ ഒരു സമയത്ത് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെറിയ രീതിയിൽ കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം
1-2 ഡ്രോപ്പ് ഓയിൽ നമ്മുടെ മുടിയുടെ ലെങ്ത്തിൽ തേച്ച് കൊടുക്കാനായിട്ടൊന്ന് ശ്രദ്ധിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നല്ലൊരു ഹെയർ സെറോ അതല്ല അലോവേരയുടെ ജെല്ലാണെങ്കിലും നമ്മുടെ മുടിയുടെ ലെങ്ത്തിലൊക്കെ നന്നായിട്ട് തന്നെ തേച്ച് പിടിപ്പിക്കാനായിട്ടും മറക്കരുത്. ഇത് നമുക്ക് നമ്മുടെ മുടി ഇങ്ങനെ പൊട്ടിപ്പോകുന്ന പ്രശ്നം അതേപോലെ തന്നെ മുടിയിൽ സ്പ്ലിറ്റൻസ് വരാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ സഹായിക്കും. പിന്നെ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഫുഡ് നിങ്ങൾ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് കഴിക്കുക. നന്നായിട്ട് വെജിറ്റബിൾസ് അതേപോലെ തന്നെ ഫ്രൂട്ട്സും നട്ട്സും ഒക്കെ നന്നായിട്ട് കഴിക്കുക. അതോടൊപ്പം തന്നെ വെള്ളം ധാരാളമായിട്ട് കുടിക്കാനായിട്ട് ശ്രദ്ധിക്കണം. മഴക്കാലം ആയതുകൊണ്ട് തന്നെ നമുക്ക് വെള്ളം കുടിക്കാനായിട്ടുള്ള ടെൻഡൻസി വളരെ കുറവായിരിക്കും. എന്നാൽ പോലും നിങ്ങൾ വെള്ളം അത്യാവശ്യത്തിന് കുടിക്കാനായിട്ട് ശ്രദ്ധിക്കാം. വേനൽക്കാലം ആകുമ്പോൾ നമുക്ക് എത്ര ഇനിയിപ്പോൾ മടിയാണെങ്കിലും നമുക്ക് ആ ഒരു ദാഹം കൊണ്ട് നമ്മൾ കുറേ അധികം വെള്ളം കുടിക്കും. പക്ഷെ നമ്മൾ മഴക്കാലത്ത് വെള്ളം കുടിക്കാനുള്ള ഒരു ടെൻഡൻസി നമുക്ക് കുറവാകും. കാരണം നമുക്ക് ദാഹം ഈ ഒരു സമയത്ത് ഭയങ്കരമായിട്ട് കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇത്ര സമയത്തിനുള്ളിൽ കുറച്ചധികം വെള്ളം കുടിക്കുക എന്നുള്ളതൊന്ന് സെറ്റ് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം നമ്മുടെ ശരീരത്തിലേക്ക് എത്തുകയും ചെയ്യും. പിന്നെ നിങ്ങൾ അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ എത്ര തിരക്കാണെങ്കിലും ഡെയിലി ഹെയർ വാഷ് ഒക്കെ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മുടി ഉണങ്ങിയതിന് ശേഷം മാത്രം കെട്ടിവെക്കാനായിട്ട് ശ്രദ്ധിക്കണം. നമ്മൾ മുടി ഉണങ്ങാതെ കെട്ടിവെക്കുകയാണെങ്കിൽ നമ്മുടെ മുടിയിൽ പെട്ടെന്ന് തന്നെ മുടിക്കായ വരിക, താരൻ വരിക, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് കേട്ടോ നമ്മൾ മെയിനായിട്ട് ഈ ഒരു മഴക്കാല മുടി സംരക്ഷണത്തിൽ ശ്രദ്ധിക്കേണ്ടത്. ആദ്യം തന്നെ ഓയിലിംഗ് ആണ്. അപ്പോൾ ഓയിലിംഗ് നമുക്ക് ദിവസം ചെയ്യണോണ്ട് കുഴപ്പമില്ല. പക്ഷെ ഓയിലൊക്കെ നമ്മുടെ സ്കാൽപ്പിൽ നിന്നും മുടിയിൽ നിന്നും നന്നായിട്ട് ക്ലീൻ ആക്കിയിട്ട് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. രണ്ടാമതായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഹെയർ വാഷിംഗ് ആണ്. അപ്പോൾ ഡെയിലി ചെയ്യണോണ്ടും അതും കുഴപ്പമില്ല. പക്ഷെ അതും നമ്മൾ മുടി ഉണങ്ങിയതിന് ശേഷം മാത്രം കെട്ടിവെക്കാനായിട്ട് ശ്രദ്ധിക്കണം. മൂന്നാമതായിട്ട് ശ്രദ്ധിക്കുന്നത് പാക്കുകളാണ്. അപ്പോൾ ഹെവി ആയിട്ടുള്ള പാക്കുകളൊക്കെ ഒഴിവാക്കിയിട്ട് വളരെ സിമ്പിൾ ആയിട്ടുള്ള പാക്കുകൾ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നാലാമതായിട്ട് ഫുഡ് നന്നായി കഴിക്കുക. അതോടൊപ്പം തന്നെ നല്ല രീതിക്ക് വെള്ളം കുടിക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇനി ലാസ്റ്റ് ആയിട്ട് ശ്രദ്ധിക്കുന്നത് നമ്മുടെ മുടി ഉണങ്ങിയതിന് ശേഷം മാത്രം കെട്ടിവെക്കുക. ഇനി മുടി ഉണങ്ങാനായിട്ട് ഹീറ്റിംഗ് ടൂൾസോ അതല്ല ഡ്രയറോ ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നമ്മൾ സാധാരണ ആ ഒരു കാറ്റും ഇതൊക്കെ കൊണ്ടതിന് ശേഷം മാത്രം മുടി ഉണക്കി കെട്ടിവെക്കാനായിട്ട് നോക്കുക. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ മുടി ഒന്നും ഉണങ്ങുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഡെയിലി ഹെയർ വാഷ് ചെയ്യേണ്ട. നമുക്ക് ഒന്നിടവിട്ട ദിവസങ്ങളിലും ഹെയർ വാഷ് ചെയ്യണോണ്ടും കുഴപ്പമില്ല. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മഴക്കാലത്ത് ഉണ്ടാവുന്ന നമ്മുടെ മുടിയുടെ പ്രശ്നങ്ങളൊക്കെ നന്നായിട്ട് കുറയ്ക്കാനായിട്ട് സഹായിക്കും കേട്ടോ. അപ്പൊ എന്തായാലും ഇതൊക്കെ ഒന്ന് കറക്റ്റായിട്ട് ഒന്ന് ഫോളോ ചെയ്ത് നോക്കി നോക്കാം. ഇനി നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ടുള്ള പാക്കുകൾ ഏതൊക്കെയാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെമ്പരത്തി അതേപോലെ തന്നെ തേങ്ങാപ്പാൽ അല്ലെങ്കിൽ കറ്റാർവാഴയും ചെമ്പരത്തിയും കൂടിയിട്ടുള്ളത് അധികം ഇതിന്റെ വേസ്റ്റ് നമ്മുടെ സ്കാൽപ്പിലും മുടിയിലും ഇരിക്കാത്ത രീതിയിലുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള പാക്കുകൾ ഉപയോഗിക്കാം. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതേപോലെ തന്നെ ഞാൻ പറഞ്ഞ ഈ ഒരു കാര്യങ്ങളൊക്കെ നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് നമ്മുടെ മഴക്കാലത്ത് ഉണ്ടാകുന്ന മുടിയിലെ പ്രശ്നങ്ങളൊക്കെ നമുക്ക് മാറ്റിയെടുക്കാം.